ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഡൊമിനോറിൻ്റെ ഏറ്റവും പുതിയ മോഡൽ അതിനെ പരിചയപ്പെടാനാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ആ മോഡലിനെ പരിചയപ്പെടുത്താനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വണ്ടി പുറകെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ മോഡൽ BS4 മോഡൽ വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മുടെ ജെറി നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ താഴെ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് എന്താ പറയുക, പുതിയതായിട്ട് നമ്മുടെ ഡൊമിനോർ വന്നപ്പോഴത്തേന് ഉണ്ടായ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ പോയേക്കാം. ഇതാണ് നമ്മുടെ ഡൊമിനോർ 400. അപ്പം എനിക്കിൻ്റെ കളറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയേക്കാം. അപ്പോൾ നമ്മുടെ പഴയ മോഡലിൽ നിന്ന് വന്നതിന് എന്താ പറയുക, വലിയ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തൊന്നും വന്നിട്ടില്ല. എന്താ പറയുക, മൾഗാർഡ് കാര്യങ്ങൾ, എഞ്ചിനെ കാര്യങ്ങൾ, ടെയിലെ കാര്യങ്ങൾ, അങ്ങനെ വലിയ അപ്ഡേറ്റഡ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പഴയ പോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഡൊമിനോർ 400. അപ്പോൾ നമ്മൾ ആദ്യം ഹെഡ്ലൈറ്റിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് വരുന്നത് LED ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ നടുക്കത്തെ ഭാഗമാണ് വണ്ടിയുടെ ബ്രൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ സൈഡ് നമ്മുടെ എന്താ പറയുക, ഡിമ്മ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്ററിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഡൊമിനോറിന് വന്നിരിക്കുന്നത് LED ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ഗുണം, ഫുള്ളും എല്ലാം നമ്മുടെ വണ്ടി വന്നിരിക്കുന്നതെല്ലാം LED കാര്യങ്ങളാണ് വന്നേക്കുന്നത്. എന്താ ഹാലജനായിട്ടുള്ള പരിപാടിയൊക്കെ എടുത്ത് കാട്ടിക്കളഞ്ഞിട്ടുണ്ട്. നമുക്ക് മൊത്തം LED കൊണ്ട് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിലെ ടൈലറ്റും കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ടൈലറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടിക്ക് ബാക്കിലത്തെ ടൈലറ്റും LED കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് കണ്ടോ, നമ്മുടെ പൾസറിൻ്റെ ഒരു മുഖമുദ്രയാണ് ഈ ഒരു എന്താ പറയുക, രണ്ട് രീതിയിൽ രണ്ട് പീസായിട്ട് ടൈലൈറ്റ് വരുന്നത്. അത് അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് മാറ്റം വന്നിട്ടില്ല. ഇൻഡിക്കേറ്ററും LED ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേ ഇത് കൊള്ളാലോ, ഇതിനൊക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല കട്ടിയുണ്ട്. നമുക്കൊരു നമ്മുടെ വാല്യൂ ഫോർ മണി എന്നൊക്കെ വേണം നമ്മുടെ ഡൊമിനോർ 400 പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് മുതൽ തരുന്നുണ്ട്. എന്താ പറയുക, ഈ ക്വാളിറ്റിയൊക്കെ ഉണ്ടല്ലോ, ഈ സാധനത്തിൻ്റെയൊക്കെയാണ് നല്ല കട്ടി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അങ്ങ് ഇരുമ്പാണ്. നല്ല കട്ടിക്കാണ് സാധനം വെച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. ഒരു 187 കിലോ ഒക്കെയാണ് നമ്മുടെ വണ്ടിയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വണ്ടിക്ക് അത്യാവശ്യം ആരോഗ്യമുള്ള ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ കുറച്ച് ആരോഗ്യം കുറഞ്ഞ ഒരാളാണെങ്കിൽ വണ്ടി ഒന്ന് ചെരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സസ്പെൻഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് വന്നിരിക്കുന്നത്. അത് അപ്ഡേറ്റഡ് ആണ്. നമ്മുടെ കഴിഞ്ഞ BS4 റിവ്യൂവിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതിന് ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ഫോർക്കല്ല വന്നിരിക്കുന്നത്, മറ്റേ സൈസ് ഫോർക്കാണ് വന്നിരിക്കുന്നത്. അതിൽ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ബാക്കിലത്തെ സസ്പെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ മോണോ ഷോക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാം, അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എഞ്ചിൻ പറയേണ്ട കാര്യം തന്നെയാണ്. 400cc എഞ്ചിനാണ്. നമ്മുടെ ഡ്യൂക്ക് 390യുടെ ഹൃദയം എടുത്ത് വെച്ചേക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മുടെ ഡ്യൂക്ക് 390യുടെ അത്രയും ഒരു അല്ലെങ്കിൽ എന്താ പറയുക, അവൻ്റെ അത്ര ഒരു ചാട്ടമൊന്നും ഇതിനില്ല. ഇവൻ കുറച്ച് എന്താ പറയുക, പതുങ്ങിയിട്ട് ചാടുന്ന ഒരു ടീമാണ്, അങ്ങനെ വേണേൽ പറയാം. 373.5cc സിംഗിൾ സിലിണ്ടർ 4 വാല്യൂ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നമുക്ക് നമ്മുടെ ഡൊമിനോർ 400 വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് നേരിട്ടുകൊണ്ടിരുന്ന ഒരു പ്രശ്നം, നമ്മുടെ ഡൊമിനോർ ആൾക്കാരെല്ലാം നേരിട്ട ഒരു പ്രശ്നമാണ് ക്രാഷ് കാർഡ് പൊട്ടിപ്പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ക്രാഷ് കാർഡ് വൈബ്രേറ്റ് ചെയ്ത് പൊട്ടിപ്പോകുന്നെന്ന് പറയുന്നവരുണ്ട്, മറിഞ്ഞു വീണ ഉടനെ പൊട്ടിപ്പോകുന്നെന്ന് പറയുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു ചെറിയ ആശ്വാസം പകർന്നിട്ടുണ്ട് നമ്മുടെ ബജാജ്. ഇവിടെ ഒരു ചെറിയൊരു ഒരു ചെറിയ ഇരുമ്പിൻ്റെ ഒരു കട്ടയൊക്കെ വെച്ചിട്ട് അവത്തയിലാണ് നമ്മുടെ ക്രാഷ് കാർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പൊട്ടിപ്പോകുന്ന കാര്യങ്ങളൊക്കെ ഇനിയും കുറവായിരിക്കും എന്ന് കരുതുന്നു. അപ്പം നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് അപ്പുറത്താണ് വന്നിരിക്കുന്നത്. 320 mm ഡിസ്കും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് വിത്ത് ABS. ഇനിയിപ്പോൾ ബാക്കിലത്തെ ഡിസ്കിൻ്റെ കാര്യമൊക്കെ പറയാൻ, പിന്നെ നമ്മുടെ ഡ്യൂക്ക് ആ മോഡൽ വണ്ടികളുടെയൊക്കെ പോലെ അപ്പുറത്തെ സൈഡിലോട്ട് ആക്കിയിട്ടുണ്ട് ബ്രേക്കിംഗ് ഒക്കെ. പുറകിലെ വരുവാണെങ്കിൽ 230 mm ഡിസ്കും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്, വിത്ത് ABS ആണ് വന്നിരിക്കുന്നത്. വണ്ടിയുടെ സൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. വണ്ടി ഗിയറിലാണ്. ഞാൻ നിങ്ങൾക്ക് സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാം. നമുക്ക് നമ്മുടെ BS4 റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക്, അതായത് ഒറ്റ ഒരു സൈലൻസറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഡബിൾ ബാരൽ ഗണ്ണെന്നൊക്കെ പറയുന്ന പോലെ ഡബിൾ ബാരലായിട്ടാണ് നമ്മുടെ സൈലൻസർ വന്നിരിക്കുന്നത്.
നിങ്ങൾക്ക് ഒച്ച എന്തോരം നിങ്ങൾക്ക് കേൾക്കാമെന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല പറഞ്ഞു തരാൻ. നിങ്ങളൊന്ന് ഹെഡ്സെറ്റ് ഒന്ന് ഉപയോഗിക്കുക. ഹെഡ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് ഒച്ച അറിയാം. നമ്മുടെ മോജോ ഒക്കെ ഇല്ലേ, സെയിം നമ്മുടെ മോജോടെയൊക്കെ സെയിം ഒച്ച. നല്ല നല്ല ഗാംഭീര്യം ഉണർത്തുന്ന ഒച്ച എന്നൊക്കെ വേണേൽ പറയാം. ഭയങ്കരമായിട്ട് നമുക്ക് സൗണ്ട് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ടയർ സൈസ് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. ഫ്രണ്ടിലത്തെ ടയർ 110 ടയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബൈക്കിൽ 150 കാര്യങ്ങളുടെ ടയറൊക്കെയാണ് വരുന്നത്. കോർണറിങ്ങൊക്കെ അത്യാവശ്യം നല്ല MRF ടയറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സ്റ്റോക്കായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് മറിച്ച് ഇൻഡിക്കേഷനാണ് കേട്ടോ. എന്തിൻ്റെയൊക്കെയാണെന്ന് ഇപ്പോൾ പഠിച്ചു വരാൻ തന്നെ നല്ല സമയം എടുക്കും, നല്ല താമസം വന്നു നിറച്ച്. അപ്പം പഴയ നമ്മുടെ ഡൊമിനോറിൽ ഉണ്ടായിരുന്ന ഒരു കുഴപ്പമായിരുന്നു, എന്താ പറയുക, ഗിയർ ഷിഫ്റ്റിങ് അത് കാണിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു പരക്കെ. അപ്പോൾ അതിനെ ഒന്ന് മാറ്റി തന്നിട്ടുണ്ട്. ഗിയർ ഷിഫ്റ്റിംഗ് ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. വണ്ടി സ്റ്റാർട്ടാക്കിയാലേ ഗിയർ പിടിയുള്ളൂ. ഓക്കെ, ഇത് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ ഇൻഡിക്കേഷൻ ഇല്ലേ നമ്മുടെ ഗിയറിൻ്റെ, ആ ഇൻഡിക്കേഷൻ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. കാരണം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഈ താഴോട്ട് നോക്കുന്ന ഒരു ഒരു അപകടമൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുണ്ടായിരിക്കണം നമുക്ക് ഇൻഡിക്കേഷൻ ഇവിടെയും കൊടുക്കുന്നുണ്ട്. അത് നമ്മളിവിടെ മാറ്റിയിട്ടാൽ നമുക്ക് ഫ്രണ്ടിലെ വലിയ സ്ക്രീനിൽ നമുക്ക് വരും. പിന്നെ കീ കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എഞ്ചിൻ ഓൺ ഓഫ് ഒരു കീ, പിന്നെ ഇവിടെ ഡിമ്മും ബ്രൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു കീ, സ്റ്റാർട്ട്, അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സ്വിച്ച്. പിന്നെ ഇപ്പോൾ തുടരുമ്പോൾ അവിടെയും ഡിമ്മും ബ്രൈറ്റും നമുക്ക് ഏത് വേണമെന്ന് തീരുമാനിക്കാനുള്ള കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏത് വേണേലും ഇട്ട് ഉപയോഗിക്കാം, ഇവിടെ നമുക്ക് ഏത് വേണേലും മാറ്റി ഉപയോഗിക്കാം. അപ്പം പിന്നെ ഫ്രണ്ടിൽ പാസ് ലൈറ്റ് പഴയ പോലെ തന്നെ മാറ്റേ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഓണ് കുറച്ചുകൂടെ ഒരു പതുങ്ങി ഓണാന്ന് തോന്നുന്നു കേട്ടോ, കുഞ്ഞോണ്. പിന്നെ വണ്ടിയുടെ മിറേഴ്സ്, അതിമനോഹരമായ മിറേഴ്സ്, കാരിരുമ്പിൻ്റെ കാര്യത്തുള്ള മിറേഴ്സ്. നമ്മളിപ്പോൾ വണ്ടി സ്റ്റാൻഡ് ഇട്ട് ഓടിക്കാൻ തുടങ്ങുവാണെങ്കിൽ വണ്ടി കട്ട് ഓഫ് ആയി പോയി, അല്ലെ വണ്ടി നിന്ന് പോകും. സ്റ്റാൻഡ് ഇടുമ്പോൾ വണ്ടി ഓഫ് ആയി പോകും. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ഡൊമിനോർ ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല ഗായ്സ്, പോളി സാധനം എന്ന് പറഞ്ഞാൽ പോളി സാധനം. വണ്ടി അങ്ങോട്ട് അപ്ഡേറ്റഡ് ആയെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. എന്താ പറയുക, ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ നമ്മളങ്ങ് റിങ് ചെയ്ത് അങ്ങ് പിടിക്കുക. വണ്ടി അങ്ങ് എന്താ പറയുക, ഒച്ച കേൾക്കുമ്പോൾ നമ്മൾ വണ്ടിക്ക് സ്പീഡിൽ പോകണം, അല്ലെങ്കിൽ നമുക്ക് സ്പീഡിൽ പോകാൻ തോന്നുവാണ്. അതുപോലത്തെ ഒരു ഒച്ചയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഒച്ച. അപ്പോൾ വൈബ്രേഷനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഈ ഒരു സ്പീഡ് നിങ്ങൾക്ക് കാണാമല്ലോ, ഈ ഒരു സ്പീഡിൽ തന്നെ നമുക്ക് വൈബ്രേഷൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൈയൊക്കെ കൊടുക്കുമ്പോഴത്തേന് നമ്മുടെയൊക്കെ എന്താ അത്യാവശ്യം ചെറിയ വൈബ്രേഷനൊക്കെ തോന്നുന്നുണ്ട്. അത് നമ്മുടെ ബജാജിനെ കുറയ്ക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും പവർ ഡെലിവറി ചെയ്യുന്നൊരു വണ്ടിയാണ്. കോർണറിങ് ഒക്കെയാണ് ഒരു രക്ഷയില്ല ഗൈസ്. വണ്ടി അങ്ങ് നമുക്ക് പൊളിച്ചെടുക്കുക. മുടിഞ്ഞ ത്രില്ലാണ് ഈ വണ്ടി ഓടിച്ചിട്ട്. ഈ വണ്ടിയുടെ പവർ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ പവർ എന്ന് പറയുന്നത് 40 bhp പവറാണ് നമ്മുടെ വണ്ടിക്ക് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ടോർക്കും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്, 35 Nm ടോർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഒരു ശകലം പോലെ കോംപ്രമൈസ് അല്ല നമ്മുടെ ബജാജ് ഡൊമിനോറിൽ കാണിച്ചേക്കുന്നത്. നമുക്ക് കൊടുക്കുന്ന പൈസകൾ വണ്ടിയുണ്ട്, പവറും ഉണ്ട്, എല്ലാം കൂടെ ഒത്തിണങ്ങി നമുക്ക് തന്നിരിക്കുന്ന, അല്ലെ ബജാജ് നമുക്ക് തന്നേക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഡൊമിനോർ 400. നമുക്ക് ഭയങ്കര ഒരു ലോങ് റൈഡിനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് നമ്മുടെ ഡൊമിനോർ എന്ന് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓഫ് റോഡ് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് ഗുണം ഉള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഡൊമിനോർ. അപ്പോൾ മീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, അപ്പോൾ എല്ലാം ഒന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് പറയാൻ വേണ്ടി നമുക്ക് വണ്ടി ഒന്ന് സൈഡാക്കാം. അപ്പോൾ നമുക്കിനിയും കാണുന്നിടത്തൊന്ന് വണ്ടി നിർത്തി അത് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മുടെ പഴയ ഡൊമിനോറിൽ നിന്ന് വണ്ടി ഒത്തിരി മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്തെടുത്ത് പറയുവാണേ, കാരണം പഴയ ഡൊമിനോറിനേക്കാളും വണ്ടി നല്ല അത്യാവശ്യത്തിന് റിഫൈൻഡ് ആയിട്ടുണ്ട്. ഇനി ക്ലച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് സ്ലിപ്പർ ക്ലച്ചാണ് വരുന്നത്. വണ്ടി ലോക്കാകുന്നോ അല്ലെങ്കിൽ നമ്മുടെ ടയർ ലോക്കാകുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറവാണെന്നല്ല, വരത്തില്ല. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ നമ്മുടെ വാല്യൂ ഫോർ മണിക്കകത്ത് ഇത് ഉൾക്കൊള്ളുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് സൈഡാക്കി നമുക്ക് നമ്മുടെ മീറ്ററിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കാം. ഞാൻ അത് പറയാൻ വിട്ടുപോയി. ഓക്കെ, നമ്മൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മൾ മീറ്ററിൻ്റെ കാര്യം പറഞ്ഞില്ല. മീറ്ററിൻ്റെ കാര്യം കുറച്ചൊക്കെ പറഞ്ഞുള്ളൂ. നമുക്ക് 2 ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ RPM ലിമിറ്റ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ വണ്ടിയുടെ സർവീസ് കാര്യങ്ങളൊക്കെ ഒരു ലൈറ്റ് കത്തി നിൽക്കും. പിന്നെ ന്യൂട്രൻ്റെ ഇവിടെ കാണിച്ച്, പിന്നെ നമ്മുടെ ഡിമ്മം ബ്രൈറ്റും കാണിക്കുന്നുണ്ട്. പിന്നെ RPMൻ്റെ വലിയൊരു ഒരു മീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് ഇൻഡിക്കേഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വണ്ടിയുടെ ഫ്യൂവൽ കാണിക്കാനായിട്ട് സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവിടെ ഫ്യൂവലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ, ട്രിപ്പ് സെറ്റ് ചെയ്യുന്ന ടൈം കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗിയർ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നു.
ഇപ്പോൾ നമ്മുടെ വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും തോന്നത്തില്ല കേട്ടോ. നിങ്ങൾ വെയിറ്റ് ആകുന്ന വണ്ടി എടുക്കാതെ പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് ഡൊമിനോർ അത്ര ഇഷ്ടമാണെങ്കിൽ നിങ്ങളിപ്പോൾ എടുക്കുക. നിങ്ങൾക്ക് വലിയ ആരോഗ്യമൊന്നും ഇല്ലെന്ന് കരുതി എടുക്കാതിരിക്കരുത്. ഡൊമിനോർ നമ്മുടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാനുള്ള ഒരു ചെറിയ മടുപ്പേ ഉള്ളൂ. വണ്ടി ഓടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി നമ്മുടെ കയ്യിലാണ്, പുട്ടാണ് പോകുന്നത്. നമ്മുടെ വണ്ടി കയ്യിലാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഫ്യൂൽ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 13 ലിറ്റർ കാര്യങ്ങളാണ് നമ്മുടെ ടാങ്ക് വരുന്നത്. റിസർവ് കപ്പാസിറ്റി 1.5. അപ്പോൾ ഒരു 3 ലിറ്റർ നിങ്ങൾ വണ്ടി ടാങ്ക് കീപ്പ് ചെയ്യണം. നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിട്ടുള്ള വണ്ടിയിലെല്ലാം ഒരു 3 ലിറ്റർ പെട്രോൾ നമ്മൾ കീപ്പ് ചെയ്തേക്കണം. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ശരിക്കുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടത്തില്ല. അതൊരു കുഴപ്പമാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ നമ്മുടെ ഡൊമിനോറുമായിട്ടുള്ള നല്ല അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ പറഞ്ഞ് തീർത്തെന്ന് കരുതിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.